നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടുത്തെ എല്ലാമായ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബെച്ചിക്കോട്ട ചേട്ടാൻ, പ്രസാദ് ഏട്ടാ, സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ടീം മാസ്, മനോജ് വലഞ്ചുഴി, അജേഷ് റാണി, സുമി അടിക്കൈ. എത്ര നാള് ഞാൻ സഹിക്കും? എത്ര നാള് എല്ലാരും എന്നെ തോപ്പിക്കുക. ഒരു പെൺകുട്ടി എത്ര നാളിത് സഹിക്കും? എന്റെ കെട്ടിയോന്റെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനാണെങ്കിൽ ഈ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി. ഞാൻ കഷ്ടപ്പെടും ഇവിടെ കിടന്നുകൊണ്ട്. അല്ലെ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ കൊമ്പും മീശയും പ്രൗഢിയും കണ്ട് ഞാൻ അങ്ങ് വീണ് പോയി. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾക്ക് പ്രൗഢിയല്ല, വെറും പ്രൗഢിയാന്ന്. വീട്ടിലോട്ട് വെളിയിലിറങ്ങാൻ പറ്റുമോ? നാട്ടുകാരും അയലക്കാരും കാണുമ്പോഴത്തേക്ക് ഗുണ്ടയുടെ പെണ്ണ് പോകുന്നു, ഗുണ്ടയുടെ പെണ്ണ് പോകുന്നു, ഗുണ്ടയുടെ പെണ്ണ് പോകുന്നു, ഗുണ്ടയുടെ പെണ്ണ് എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുക. അവരിന്നെ ഒരേ താളത്തിലാ പറയുന്നുണ്ട്. അത് കേട്ട് ഞാൻ അങ്ങ് രസിക്കുക. പക്ഷേ ഇനി ഞാനിത് സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ല പറഞ്ഞാൽ ഇനി ഞാനിത് സമ്മതിക്കുന്നല്ല കിടക്കാച്ച ഞാനിത് സമ്മതിക്കത്തില്ല. ഇനി പെണ്ണാണെങ്കിൽ ഞാൻ ഇറങ്ങി ഗുണ്ടാപ്പണി നിർത്തിക്കുക. നിങ്ങൾ കേട്ട് കാണും. എലെന്തോരം ഇടിച്ച് മരത്തിന് 2-1 എനിക്കിന്നറിയണം. 2-1. അങ്ങനെ ഇരിക്കും. എന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഞാൻ ബഹളം വെച്ചെന്നിരിക്കും. നിന്റെ അവസ്ഥയായാലും കുവസ്ഥയായാലും ഈ ഇലന്തൂർ ഇട്ടിന്റെ തറവാട്ടിൽ പെടക്കോഴികൾ കൂവാൻ പാടില്ല. പെടക്കോഴികൾ രാവിലെ എണ്ണീറ്റ് 5-6 മുട്ട മാത്രം ഇട്ടാ മതി കേട്ടോ. നിങ്ങളുടെ മരിച്ചോയി വല്യപ്പച്ചമ്മന്റെ ആത്മാവ് വന്നിരിക്കുന്ന പോന്ന് പറയാന്. ഈ ആത്മാവിനെ ഓടിച്ചല്ല. എടി ഞാൻ ഇന്ന് കസർത്ത് ചെയ്യത്തില്ലേ? അതെങ്ങനെ ഇവളെന്റെ കസർത്ത് കണ്ടിട്ടില്ലല്ലോ. ആരൊക്കെ കൈകാലത്തിന്ന് ചെടിയായിട്ട് നിന്ന് നട്ടല് വളയാതെ താഴോട്ട് പോയി തറയെ കൊള്ളിച്ചു ഞാൻ. മേപ്പോട്ട് നോക്കി വലത് കാല് പൊക്കി വലത് കയ്യിൽ മുട്ടിച്ചു ഞാൻ. പുറകോട്ട് വളഞ്ഞ് മുട്ടിനിടേ കൂടെ തലയെ കൊണ്ടുവന്ന് നിങ്ങളെ നോക്കി ഞാൻ. ഇങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്തു ഞാൻ. കസർത്ത് നിർത്തി ഞാൻ. ഭയങ്കര ക്ഷീണം. കാലെന്തിയടി? നിങ്ങളുടെ 2 പേട്ടുകാല്. എന്റെ പേട്ടുകാലിന്റെ കാര്യമാണോ ചോദിച്ചത്? കസർത്ത് കഴിഞ്ഞാൽ എനിക്ക് കടിച്ചു പറിക്കാൻ കാല് വേണമെന്ന് അറിയത്തില്ല നിനക്ക്? അങ്ങനെ കടിച്ചു പറിക്കാൻ നിങ്ങൾ എന്തോ പാറ്റായാണോ? പാറ്റ കടിച്ചു പറിക്കുന്ന കാല് കടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? എടി, ചിക്കൻ നന്നായിട്ട് പുഴുങ്ങി ഒരു ചിക്കന്റെ കാലിൽ നന്നായിട്ട് മഞ്ഞപ്പൊടിയും മുളകും തേച്ച് ഇവിടെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലോടി എനിക്ക് തിന്നാനായിട്ട്? ഞാൻ രാവിലെ അത് ഉണ്ടാക്കി വെച്ചതാ. നിങ്ങളുടെ ആന്റി ഉണ്ടല്ലോ, സൂസമ്മ ആന്റി, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സോപ്പാന്ന് പറഞ്ഞ് കുളിക്കാൻ എടുത്തോണ്ട് പോയി. എനിക്ക് വയ്യായേ. ചിക്കനും മട്ടനും ഒക്കെ തിന്നിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ ശരീരത്തൊന്നും പിടിക്കുന്നില്ല. ഈ കുറച്ച് മുടി വളരുന്നല്ലാതെ. നോയിക്കോട്ടെ. ഓ, ഇവിടെ കേറ്റി പാത്ത് വെച്ചിട്ട് കോഴിമുട്ട എന്നോട് ചോദിക്കുമോ? കോഴിമുട്ടയാണ്. പിന്നെ ഇതെന്റെ മസാല ദോശയൊക്കെയാ. മസാലയൊക്കെയാണ്. സ്നേഹ കൂടുതലുകൊണ്ട് ഞാൻ പറയുക, ഈ ഗുണ്ടാപ്പണി നമുക്ക് അങ്ങ് നിർത്താം. എടി, ഞാൻ ഗുണ്ടാപ്പണിക്ക് പോകുന്നത് കൊണ്ട് നിനക്ക് ആഹാരത്തിന് മുട്ടുവെല്ലാം വന്നിട്ടുണ്ടോ ഇതുവരെ? അത് ശരിയാ. എല്ലാ മാസവും വെട്ടുണ്ട്. ശരിയാ കേട്ടോ, പറയുന്നത് കേട്ടോ. ഇവിടെ വെട്ട് തീറ്റയുടെ കാര്യം പറയുന്നത് കേട്ടോ. തീറ്റയുടെ കാര്യമല്ല പറഞ്ഞത്. നേരെ വെളിയിലോട്ട് ഇറങ്ങി എവിടുന്നേലും വെട്ട് കിട്ടും. അതോടെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി കിടത്തുകയും ചെയ്യും. ആഹാരത്തിന് അവിടെ ബുദ്ധിമുട്ടില്ലല്ലോ. കഞ്ഞിയും ചോറും ബ്രെഡും പാലും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടില്ല. നീ കൂടുന്നുണ്ട് കേട്ടോ. എടി, അങ്ങനെ ഒരു ദിവസം നീ പറയുമ്പോ നിർത്താൻ പറ്റിയ പണിയല്ല ഗുണ്ടാപ്പണി. ഓ, എന്ന് വെച്ചാൽ എത്ര വർഷം കണ്ണൊഴിച്ച് വിളിച്ചു വെച്ച് PSC പരീക്ഷ എഴുതി കിട്ടിയതല്ലയോ ജോലി? എടി, ഞങ്ങളുടെ തറവാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറയിലും ഒരു ഗുണ്ട അനിവാര്യമാണ്. ഞാനാണ് ഈ തലമുറയിലെ ഗുണ്ട. കഴിഞ്ഞ തലമുറയിൽ എന്റെ അപ്പൂപ്പനായിരുന്നു. എന്റെ അപ്പൂപ്പന്റെ പേരറിയോ നിനക്ക്? ഇലന്തൂർ ഈനാസു കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പൂപ്പൻ ഇലന്തൂര് ഭയങ്കര നാശമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൂപ്പൻ നാശമൊന്നും അല്ലായിരുന്നു. എടി, ഒറ്റ ഇടിക്ക് നാരങ്ങാനത്തെ ഒരു മതിൽ പൊളിച്ചു കളഞ്ഞവനാണ് എന്റെ അപ്പൂപ്പൻ. അയ്യോ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നിട്ട് ആ വണ്ടി ഇപ്പൊ എന്തിയേ? വണ്ടി ഇപ്പൊ വർക്ക്ഷോപ്പിൽ പണി കഴിഞ്ഞ് ഇറക്കിയതേ. അതെന്തോ പറ്റിയതായിരുന്നു ശരിക്കും? അതെന്തോന്ന് ചോദിച്ചാൽ 75-ാം വയസ്സിൽ കിളവന് സ്കൂട്ടർ പഠിക്കണമെന്ന്. ഇങ്ങനെ ഇരിക്കേണ്ടതിന് പകരം പുറകോട്ട് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങിരുന്നു എന്ന് ഇടിച്ച് കയറി കൊടുത്തു. പറച്ചിലെ ഏട്ടത്തൊന്നും കൈകൊണ്ടാ ചെന്ന് ഇടിച്ചെന്ന്. ആ കയ്യാ ചെന്ന് ഇടിച്ചേ 8 തവണയല്ലേ ഒടിഞ്ഞത് എല്ലാം കൂടെ.
അതിനുശേഷം അപ്പൂപ്പന്റെ ഗുണ്ടാപ്പണി കാണാനല്ല കേൾക്കാനായിരുന്നു ആള് കൂടുന്നത്. അതെന്തുവാ? ഈ കമ്പി കാരണം ഈ അടിക്കുമ്പോഴേ മണിനാഥം കേൾക്കുവാ. സപ്തസ്വരങ്ങള് അതെ, 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 രസമായിരിക്കും. എന്നാലും ഇച്ചായ ഇതുവടി ഈ പണി നമുക്കങ്ങ് നിർത്താൻ കഷ്ടമുണ്ട്. പ്ലീസ്. നീ അല്ലേ ചെയ്യുന്നത്, ഞാനാണോ ഈ പണി ചെയ്യുന്നത്? അതല്ല, നീ നിർത്താതെ. അല്ല, ഈ ഗുണ്ടാപ്പണി അങ്ങ് നിർത്താൻ ഞാനങ്ങ് പറയാം. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും ഇച്ചായൻ അതങ്ങ് വിട്. അതേണ്ട നിങ്ങളുടെ സ്വഭാവം കണ്ടുപഠിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരെ അമ്മച്ചിയുടെ അടുത്ത് കൊണ്ട് വിട്ടേക്കുവാ. ശരി, നീ പറഞ്ഞല്ലേ ഗുണ്ടാപ്പണി ഞാൻ നിർത്തിയേക്കാം. പക്ഷേ ഇതിന് പകരം ചോദിച്ചിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. അത് അപ്പൊ തന്നെ ചോദിക്കണമായിരുന്നു. ഇപ്പൊ കാണാനില്ലെന്ന് പറഞ്ഞ അങ്ങോട്ട് എന്നാ സമ്മതിക്കത്തില്ല കടക്കാര്. പാദസ്വരം. പാദസരമാണോ ഇത്? എടി കഴിഞ്ഞ ദിവസം എനിക്ക് വെട്ട് കിട്ടിയല്ലേ ഇത്? എവിടുന്ന്? എടി വട്ടക്കുളഞ്ഞി വാവച്ചൻ. അതിനെന്തോ വട്ടക്കുളഞ്ഞി കിടന്ന് ആരെങ്കിലും വാവക്കെട്ട് അതൊക്കെ ഒരു പ്രശ്നമാണോ വെച്ചായ? വട്ടക്കുളഞ്ഞി കിടന്ന് വാവച്ചൻ എന്നല്ല പറഞ്ഞത്. എടി വട്ടക്കുളഞ്ഞി വാവച്ചൻ എന്റെ മെയിൻ എതിരാളി. അവന് ഞാനിവിടെ കുമ്പഴ ജംഗ്ഷനിൽ കിടന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് മുട്ടി. അവൻ വടിവാളെടുത്ത് ഒറ്റ വീശ്. ഞാൻ കിളന്ന് ചാടി താഴോട്ട് വന്നപ്പോ ആ വടിവാളിന്റെ തുമ്പ് ചെറുതായിട്ടൊന്ന് കൊണ്ട് 2 സ്റ്റിച്ചേ ഉള്ളൂ. ഇതിന് പകരം ചോദിക്കും ഞാൻ. പക്ഷെ ഞാൻ അങ്ങനല്ലല്ലോ പറഞ്ഞത്. പിന്നെ അവന്റെ വാള് കൊണ്ടപ്പോഴാണ് നിങ്ങൾ കിടന്ന് ചാടിയെന്നാന്നല്ലോ. ഭർത്താവിനിട്ട് കൂടുതലാക്കൽ കയറിപ്പൊടിയകത്തും പൊടി ഇച്ചായ നിർത്തിച്ചായ. അപ്പൊ പോകുന്നുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു ചോദിച്ചിട്ട് പറഞ്ഞില്ലേ ഞാൻ? രോമം കുടിയേ. ഇച്ചായ നമുക്ക് ഈ പണി വേണ്ടിച്ച്. മനസ്സിലായി മനസ്സിലായി. കോമഡി മാത്രമല്ല സെന്റിമെന്റ്സും പടങ്ങൊന്ന് കാണിക്കുള്ള സമയം. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് പറഞ്ഞിട്ടേ കാര്യമില്ല. അജാതിക്ക് വെച്ചുണ്ടാക്കി വിടുന്നതാണ് കേട്ടോടി. വേണമെങ്കിൽ അകത്ത് വന്ന് തിന്നെ, ചുമ്മാ മീശ കടിച്ചു പറിച്ച് തിന്നാതെ. മീശ കടിച്ചു പറിച്ച് തിന്നല്ല, എന്റെ ദേഷ്യം പ്രകടിപ്പിച്ചതാ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. രഘുവരന്റെ കൈ രണ്ടും ഇച്ചേക്കാം. ജോണിക്കുട്ടിയുടെ മുട്ടിന് താഴെ 7 അടി. കുറെ പരിപാടികളുണ്ട്. ഇട്ടിച്ച എന്തോ കിടക്കനാടാ നിന്നെ കാണാൻ. മീശ കണ്ണാടിക്ക് വെളിയിൽ പോകുന്നുണ്ടോ? ഈ വട്ടക്കളഞ്ഞി വാവച്ചനോട് അവന്റെ കളി. ഇവനിപ്പോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇവന്റെ പുറത്തൊരു വെട്ട് വെട്ടിട്ട് പകുതി അങ്ങ് കൊണ്ടുപോവാ. ഇവനെന്നെ കാണത്തില്ല. ഇവനെ ഇന്ന് ഞാൻ പൊളത്തു. ഒരുപാട് ചോരയുടെ മണമുള്ള വാളാണ്. ആരാ ബിയർ പൊട്ടിച്ചേ? ഒരു ഗ്ലാസ് എനിക്ക് തരണേ. നിന്നെ ഇന്ന് ഞാൻ കണ്ടു. എവിടെ? ഈ കണ്ണാടി ഞാൻ വലിക്കാൻ വെച്ചേക്കുമല്ല. ഇതിനകത്തോടെ ഞാൻ നിന്നെ കണ്ടു. വെട്ടടാ ഇങ്ങോട്ട്. ഇത് വെട്ടടാ വെട്ടടാ ഇങ്ങോട്ട്. വെട്ടി വെട്ടിക്കും. അല്ല ഞാൻ കള്ളക്കാക്കല്ല. ചീപ്പ് വെച്ച് ഞാൻ എന്തോ ഉണ്ടാക്കുമെന്ന് നിനക്ക് കാണണം അല്ലേടാ? ആണോടാ ഈ ചീപ്പ് വെച്ച് നീ എന്താ കാണിക്കൂടാ? ദൈവമേ, വൈറൽ സെഗ്മെന്റിലേക്ക് കിടക്കുകയാണ്. ഒരു സംഭവം ഇത്. എങ്ങനെ സംഭവം സാധനം എടുക്കണം. നിന്റെ നാസരം കാണാൻ വന്നോളാം ഞാൻ. നിന്റെ നാസരം കാണാൻ വന്നോളാം. ടീച്ചറിനോട് എതിരിടാൻ നീ ഒന്നും വളർന്നിട്ടില്ലടാ ഇവിടെ. അങ്ങനല്ല, അങ്ങനെയാണ് കുട്ടികളെ മുണ്ടെടുക്കുന്നത്. ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് എടുക്കും. അത് പുതിയ മുണ്ടാടാ. അതാ പുതിയ മുണ്ടാ. ഇത് മഴക്ക് കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. ഉടുവാട്ട് ഇങ്ങനെ കളയണം. ഞാൻ ഒറ്റക്കുന്നുണ്ടോ? അതുപോലെ നിക്കറ് കാണണം. അങ്ങനെ അങ്ങനെ കാണണം നിക്കറ്. എടാ
അയ്യേ നാണമില്ലേ? എന്താടാ ചേടാ ആയുധം കയ്യില്ലാത്ത തന്നെ വെട്ടുന്ന നാണക്കേടാ മുണഞ്ഞവനെ. ആണോ? ആ അത് മാത്രമില്ല, അഴുക്ക് സാധനമാണ്. അയ്യടാ വാർത്തയില്ലാത്ത വാളും കൊണ്ടാണ് വെട്ടാൻ വന്നേക്കുന്നത്. ഞാൻ അപ്പം നന്നാ എനിക്ക് ചുമ്മാ അല്ല തേഞ്ഞ് തീർന്നത്. എന്റെ ആശാൻ ആരാന്നറിയോ? ആരായിരുന്നു? അടൂർ ആനന്ദ മാഷ്. അത് ബാലക്കാരനല്ലേ? അത് വേറെ. അടൂർ ആനന്ദ മാഷാണ് എന്നെ ഇതൊക്കെ പെട്ടാനൊക്കെ പഠിപ്പിച്ചത്. അത് ശരി. പിന്നെ ഞങ്ങളുടെ ആശാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിലൊക്കെയാ. ആണോ? ആശാൻ ഉടുപ്പൂരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തൊട ഇങ്ങനെ മുഴച്ചത്. ഇവിടെ ഇങ്ങനെ വലിയൊരു മുഴ, ഇവിടെ ഒരു മുഴ, ഇവിടെ ഒരു മുഴ, ഇവിടെ ഒരു മുഴ, മുഴച്ചു 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 അങ്ങ് ഇരിക്കും ആശാൻ. ആണോ? നീ ആശാന്റെ കാര്യം പറയുമെന്നോ മേടത്തിൽ വിളവെടുത്ത കാച്ചിലിന്റെ കാര്യം പറയുവാ? എന്റെ ആശാനെ കാച്ചിൽ വിളിക്കുന്നതാ. എന്റെ ആശാനെ നീ കാച്ചിൽ തന്നെ വിളിച്ചേ. എന്റെ ആശാന്റെ പെണ്ണുമ്പള കിഴക്കാന്നാ വിളിക്കുന്നത്. അപ്പൊ ആ കിഴങ്ങൻ പഠിപ്പിച്ച കൊച്ചു കിഴക്കനായി വന്നിരിക്കുന്നേ. അയ്യോ 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 നിന്നെ ഇന്ന് പൂളിയിട്ട് ഞാൻ എടുത്ത് പോകത്തുള്ളടാ. ഞാൻ മാങ്ങ പൂളും. അയ്യോ മോളമ്മ നിന്നെ അയ്യോ, ഇച്ചായ, എന്താ ഇത്? എന്താ ഇത്? ഞാനെന്താ ചെയ്യുവേ? ഞാനെന്താ ചെയ്യുവേ? നാട്ടുകാരെ നാട്ടുകാരെ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. കണ്ണടക്കടി. അടുത്ത വെച്ചേക്കുന്ന കത്തി അല്ല താരിയല്ല നിനക്ക് കുറവേടാ. ഞാനെന്താ നാട്ടുകാരെ ഇരുന്ന് കൈയടിക്കാതെ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. വന്ന് രക്ഷിക്കണേ. ആര് വരാനാ? രണ്ട് തെമ്മാടികൾ തമ്മിൽ അടി ഉണ്ടാക്കി ആര് വരും? അയ്യോ അയ്യോ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ചായനെ എന്തോ വിട്ടോ 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 ഹായ് ജിത്തുമനം വിട്ടോ വിട്ടോ വിട്ടോ. എന്റെ ചാൻ നിങ്ങൾ അടിക്കാനും പറ്റേ പെണ്ണല്ലേ? അടിക്കോ? അടിക്കുന്നില്ല. എനിക്കറിയാം നിന്നെ എനിക്ക് അടിക്കാൻ പറ്റത്തില്ല, പെണ്ണല്ലേ? എനിക്കറിയാം പെണ്ണുങ്ങളെ തിരിച്ച് തല്ലാൻ പറ്റത്തില്ല. പക്ഷെ നീ നോക്കിക്കോ, നീ നോക്കിക്കോ. എന്താ നോക്കാനാടാ? ഇവിടെ നാട്ടിൽ ബട്ടൺസ് പറഞ്ഞു ഇതിൽ നിന്നോട് ഇവരോട് ഞാൻ പകരം വീട്ടും. നിന്നെ അടിക്കും, ഇവരെ അടിക്കും. എനിക്കറിയാം. നീ നിന്റെ പെണ്ണുമ്പളെ വിളിച്ചോണ്ട് വരാനില്ലയോ? വാടാ, കൊണ്ടുവാ, ഞാൻ കാണിച്ചു കൊടുക്കാം. വാവച്ച വാടാ, നമുക്ക് പോവാ. വാവച്ച വാ. നിന്നെ സൂപ്പർ മോളമ്മ സൂപ്പർ. എല്ലാം എന്റെ തനിക്കോണം അടുപ്പിക്കരുത് കേട്ടോ. വലിയ ഗുണ്ടയാ പോലും ഗുണ്ട. എന്താ ആലോചന? ഒരടി അവന് കൊടുത്തോ? ഒരടി കൊടുത്തോ? അവനാണ് വീട്ടിൽ കയറി വന്ന് അടിച്ചിട്ട് പോയി അവൻ. അടി അത് എന്റെ ട്രിക്ക് നിനക്ക് മനസ്സിലായില്ല. ഈ സിനിമയ്ക്കകത്ത് നായകന്മാരെ ആദ്യം വില്ലന്മാരെ അടിച്ചിടും. അപ്പൊ എല്ലാവരും വിചാരിക്കും നായകൻ ചത്തു എന്ന് വിചാരിക്കുന്ന സമയത്ത് നായകൻ ഒരു ചാടി എഴുന്നേപ്പുണ്ട്. അങ്ങനെ എഴുന്നേക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് വന്ന് കയറിയത് നീ അല്ലോടി. അയ്യോ, കിടന്നുകൊണ്ട് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുമായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നു. ഇപ്പൊ ക്ലൈമാക്സ് അടിച്ചാണ് ഈ നായകൻ. ഒന്നും സംഭവിച്ചില്ലല്ലോ. അവിടെ കൊണ്ട് അവിടെ കൊണ്ട് നടക്കും. നിങ്ങളെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ജീവിക്കൂ. എന്താ കാണിക്കോ നീ? കാണിക്കാനാ പറഞ്ഞത്. അങ്ങനെ ചെയ്യല്ലേ. പിച്ചാത്തി. അയ്യോ പിച്ചാത്തി ഒഴിച്ച് കണ്ടിക്കല്ലേ. ഇതേ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അതില്ലാതെ എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല മോളമ്മോ. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. എന്റെ പൊന്നു മോളമ്മയല്ലേ. അയ്യോ അയ്യോ ആണ്ടേ മുറിച്ച് കളഞ്ഞേ. അയ്യോ, നിങ്ങൾക്കിതേ വിധിച്ചിട്ടില്ല. ആരോടെ ഇതില്ലാതെ ഞാൻ എങ്ങനെ വെളിയിൽ ഇറങ്ങി? എന്തോ ദൈവപ്പഴ ഞാൻ തോക്കണ ഇത്. എന്റെ പൊന്നു മോളമ്മേ, നീ ഇത് ഒരിക്കലും എന്നോട് ചെയ്യാൻ പാടില്ല. ഇത്രയും നാളെ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടോ. ഇനി ഇങ്ങനെ ജീവിച്ചാ മതി. അയ്യോ, വലിയ ഗുണ്ട പോലും ഗുണ്ട. എലന്തൂരിട്ടിച്ചനാണ്. എന്തോ ഒരു കഷ്ടം
നാശമാന്ന് പറഞ്ഞിട്ട് എന്റെ ദൈവമേ, ആ കാലമാടൻ ഇപ്പം പകരം വീട്ടം വല്ലതും വന്ന നാട്ടുകാരും കാണും, അവനും കാണും, ആകപ്പാടേ നാശമാവല്ല ദൈവമേ. മോളമ്മ ഞാൻ എടി വരുവാ ഞാൻ അങ്ങോട്ട്. മോളമ്മ മോളമ്മയല്ല, ഇലെന്തൂർ ഇട്ടിച്ചൻ. ഇന്ന് മുതൽ നിങ്ങൾ മോളമ്മ ആണോ? ആണ്. എന്റെ ദൈവമേ, ഈ അടുക്കള കിടന്ന് കരിയും പോകെ നിന്ന് എന്റെ ജീവിതം തീരുമേ. കൊള്ളണം കൊള്ളണം. വീട്ടിൽ കയറി വന്ന് അടിച്ചവനെ തിരിച്ചടിക്കാൻ വയ്യാത്തവൻ അങ്ങനെ തന്നെ ചെയ്യണം. ആണോ? ആ, അത് മാത്രമല്ല, ഇനി മുതൽ ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. അയ്യോ. കേട്ടോ? കുക്കറി. എടുത്തോ. കണ്ടല്ലോ ഇടി. അനങ്ങി പോവരുത് ഇവിടുന്ന്. മീശന്റെ ഒരു കാര്യമില്ല. അല്ല, നല്ല രസമാന്ന് പറഞ്ഞു. ആ, എന്റെ ദൈവമേ, ഈ വാവച്ച എന്റെ ദൈവമേ, പറഞ്ഞു തീർന്നില്ല. ഓടാ കാലമാടം വരുന്നു. കാണിച്ചു തരാമടാ. ഇതെന്തോടാ ഈ വേഷത്തിന്? എന്റെ ദൈവമേ, അവൻ ചത്തു. എന്തൊക്കെയാണൊക്കെ വന്ന് നിൽക്കാനായിട്ടില്ല. മോളെ മോളെ എവിടുത്തെയാ? സെൻസസ് എടുക്കാൻ വന്നു. മുഖം ഒന്ന് കാണിക്കാവോ? ആരാ ഇത്? എന്താ? ഇത് അജിത്തെണ്ണം തയ്ച്ചു തന്ന അളവെടുക്കാൻ അതിന്റെ വിളവെടുക്കും. അതുകൊണ്ട് ഞാൻ അളവ് കൊടുത്തില്ല. എനിക്ക് ഹോർമോണിന്റെ ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഇവിടെ ഈ പച്ചൻ മറ്റേ ഇതിലില്ല, ഇട്ടിച്ചനെ. ആ പുള്ളിക്കാരൻ എന്ത് ചെയ്താ? മോളമ്മയോ? മോളമ്മേ, ഞാൻ വന്നടി. ഇറങ്ങി വാടി. ആരാണ് കിടന്ന് ബഹളം വെക്കുന്നത്? വീഴുവന്നടി. അതെ, ഇതാ സെൻസസ് എടുക്കാൻ വന്ന കൊച്ചാ. നീ ഇങ്ങോട്ട് മാറിക്ക്. ഈ പെണ്ണുമ്പിള്ളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയതില്ലേ? അവള് പറഞ്ഞു നമുക്ക് വരാൻ പറ്റത്തില്ല, തൊഴിലുറപ്പിന് പണിയുണ്ട്. അണ്ണൻ എന്റെ ഡ്രസ് കൊണ്ടുപോയിട്ട് പകരം വീടാൻ പറഞ്ഞു. പെണ്ണിനെ അടിക്കാൻ ഉടുപ്പിട്ടോണ്ട് വന്നേക്കുവാ. കിട്ടിയതൊന്നും പോരായോ? നിന്നോട് പകരം വീട്ടുമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിട്ടേ ഇവിടുത്തെ ഞാൻ പോകത്തുള്ളൂ. നിന്നോട് ഞാൻ പകരം വീട്ടിയിരിക്കും. നിന്നോട് ഞാൻ പകരം വീട്ടിയിരിക്കും. അടിക്കടി. എന്റെ ദൈവമേ, നീ പകരം വീട്ടാന് ഇങ്ങോട്ട് ഇറങ്ങുന്നേ, അങ്ങോട്ടൊക്കെ ഇറങ്ങി. അങ്ങോട്ട് പോന്നേ. നീ എന്തിനാണ് അതറിയുന്നത്? നീ എന്നെ അടിക്കണ്ടേ, അടുത്ത ആഴ്ച എന്റെ കല്യാണം അയച്ചു. നമുക്ക് പോണം വലിയ കൊച്ചേ. ചേച്ചി വരണേ. ഞാൻ ഈ കൊച്ചും കൂടെ അങ്ങ് വന്നേക്കാം. മൂന്നാലടുത്ത് പറയാനുണ്ട്, ഞാൻ പോവാ. അയ്യോടെ നിന്നേ. എന്നാന്നാ പറഞ്ഞത്? 17-ാം തീയതി. അയ്യോ സോറി, ഞങ്ങൾക്ക് വേറൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ വരുത്തില്ലയോ? അയ്യോ, അതുകൊണ്ട് പ്രസന്റേഷൻ ഇപ്പൊ തരുന്നതിന് കുഴപ്പമുണ്ടോ? അല്ല, എന്റെ ചെറുനാരങ്ങ ഇല്ലല്ലോ തരാൻ വേണ്ടി. ചെറുനാരങ്ങ വേഷം കെട്ടിക്കൊണ്ട് വന്ന പാവാട, നല്ല പാവാട, എന്നാലും മരിച്ചു. ഇതാരാ ഇത്? നീ എന്തിനാടാ അങ്ങോട്ട് പോകുന്നത്? കൊച്ചിന് മുന്നേ അടിച്ച നാണം കേട്ടത്. ആണോ? അയ്യോ, ഞാൻ കൊറേ ആൾക്കാരുടെ കൂട്ടാനിരുന്നായിരുന്നു. ഇതാരായിരുന്നു? അതാരാ? ഈ പെണ്ണേതാ? ഇട്ടിച്ചനോ?
എന്താ നിനക്ക്? ഈ സംഭവം ഇനിയും ഇങ്ങനെ ടേൺ ചെയ്തു തിരിഞ്ഞു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മാറ്റം. ലോകം മാറുമല്ലേ, അപ്പൊ നമ്മൾ മാറണം. ഒരാഗ്രഹങ്ങളുണ്ട്. എന്താണ് ആഗ്രഹം? ഞാൻ തിരിഞ്ഞു തിരിഞ്ഞു. അയ്യോ 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 എന്തിനാണ് കാളെ എന്നെ ഇനിയും തട്ടിയത്? അങ്ങനെ നൈറ്റ് അടിച്ചെങ്കിൽ എന്റെ കൊതിയൊന്ന് തീരട്ടാ. കിഡിലെ സ്കിറ്റ്, ഒരു ഉഗ്ര കൈയടി, അടിപൊളി. പ്രസാദേട്ടാ ഗംഭീരമായിരുന്നു കേട്ടോ, തകർപ്പനായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞ് ചിരിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഈ ഫ്ലോർ മൊത്തം ചിരിയായിരുന്നു കേട്ടോ. തുടക്കമൊക്കെ നിങ്ങളൊരു സാധാ ലെവലിലങ്ങ് പോയി, അതിനകത്തൊന്നും വലിയ ചെറുതായിട്ട് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെറിയ ചെറിയ കൗണ്ടേഴ്സൊക്കെ ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഓരോരോ എൻട്രി, മനോജിൻ്റെയൊക്കെ എൻട്രി വന്നു കഴിഞ്ഞപ്പോഴേക്കും സാധനം മാറി. ലാസ്റ്റ് നമ്മളെ ഒരു സ്കിറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഫിനിഷ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലൊരു ചിന്തയൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ വേറൊരു ലെവലിൽ നിങ്ങൾ ക്ലൈമാക്സിലോട്ട് പോയി. മനോജ് ആ ഫീമെയിൽ വേഷത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പിടിവിട്ടുപോയി എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ഒരു തോട്ട് വന്നു എന്നുള്ള കാര്യത്തിൽ സുമി വിളഞ്ഞാടുകയായിരുന്നു. എല്ലാവരും ആരാണ് മോശം എന്ന് പറയാൻ പറ്റൂല, എങ്കിൽ പോലും പറയാം ഒച്ചയും ബഹളവും എല്ലാം കൂടെ പറ്റിയ ക്യാരക്ടർ കേട്ടോ. ഇനി ഒരു കേടിയായിട്ടൊക്കെ വന്നോളൂ കേട്ടോ. ഇനി കേടിയായിട്ടൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ പുറത്തിറങ്ങി ഒരു പണപ്പിരിവം നടത്താൻ പറ്റും. അത്രയും ഉഷാറായിരുന്നു കേട്ടോ, നല്ല ഉഷാറ സ്ഥാനമായിരുന്നു. അപ്പോൾ ഗംഭീരം കേട്ടോ. ഇനി പറയാനൊന്നുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവർ പറയും 1 by 1 ആയിട്ട്. ഞാനും എൻ്റെ കാര്യങ്ങൾ ഇടയ്ക്ക് എനിക്ക് കിട്ടുന്ന ആ ഹുക്കിഡ് എന്നൊക്കെ പറയുന്ന സ്പീസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതൊക്കെ ഭയങ്കര ഹോർമോൺ മാറിയതാന്ന് പറയുന്നത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ചെറിയ ചെറിയ കൗണ്ടേഴ്സ് ഒരുപാട് അതിനകത്ത് കയറിയിട്ടുണ്ട്. അവസാനത്തെ ഒരു സെക്കൻഡ് ഹാഫാണ് കയറിയത്. ഫസ്റ്റ് ഹാഫും കൂടെ നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഇതിലും ഗംഭീരമാക്കായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അല്ല, ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആദ്യം പറയും ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് കത്തിക്കേറിയെന്ന് പറയുകയല്ലേ. സത്യം പറഞ്ഞാൽ ഇതാണ്, സെക്കൻഡ് ഹാഫിലാണ് കയറിയത്. ആദ്യം നമ്മളും ഭയപ്പെട്ടാണ് ഇരുന്നത്. കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ നമ്മൾ കോമഡി വലുതായിട്ട് വർക്കൗട്ട് ചെയ്തില്ല. കാര്യം അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നമുക്കറിയില്ലല്ലോ. ഇങ്ങനെ ഒരു ചേഞ്ച് ഇവിടെ നമ്മൾ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വിഷമിച്ചിരുന്നത് ഇത് എങ്ങനെ അങ്ങോട്ട് പോകും, എവിടെ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മനോജ് ആദ്യം അജേഷിൻ്റെ ഒരു ഫീമെയിൽ വന്നു, അത് നമുക്ക് ഉൾക്കൊള്ളാം. കാര്യം വലിയ ഗുണമൊന്നുമില്ലെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായപ്പം ഭാര്യ ഓപ്പോസിറ്റായി, അതൊക്കെ. ഈ അളിയൻ പോയിട്ട് ഈ ഒരിക്കലും ചേരാത്തൊരു പാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ട് ആ മീശയും വെച്ചോണ്ട് വരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അയ്യോ, അവിടെ നിന്നൊരു ചിരി അങ്ങോട്ട് തുടങ്ങിയത്. അതാണ്, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ് കേട്ടോ. നിങ്ങൾക്കറിയാം എന്താണ് നമ്മൾ വിളമ്പേണ്ടതെന്നുള്ള അറിയാം. ഓഡിയൻസ് പൾസ്, അതാണ് ഏറ്റവും ഭയങ്കരമായിട്ട്. അതറിഞ്ഞ് നിങ്ങൾ സദ്യ വിളമ്പിയെന്ന് വേണം പറയാം. അത്ര ഗംഭീരമായിരുന്നു സെക്കൻഡ് ഹാഫ്. 3 പേരും ഒന്നിനൊന്നിന് മെച്ചമാണ്. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജു കിട്ടണ്ണ. എനിക്ക് മനോജിനോടും നമ്മുടെ അജേഷിനോടും ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഗംഭീര ഒരു കയ്യടി തരണം. കാരണം വേറൊന്നുമല്ല, സാധാരണ നമ്മൾ പറയും നമുക്ക് ഈക്വാലിറ്റി വേണം, അല്ല പെണ്ണുങ്ങൾക്ക് എന്താണ് സമത്വം വേണമെന്നൊക്കെ പറയില്ലേ. നിങ്ങൾ രണ്ടുപേരും കൊണ്ട് സമത്വമല്ല, ആണുങ്ങളേലും വലുതാക്കി പെണ്ണിനാ. ഇതൊരു സ്ത്രീപക്ഷ ഒരു സ്കിറ്റായിരുന്നല്ലേ ഇത്? അല്ല, ഇതാരും അനുകരിക്കരുത്. അല്ല, നമ്മൾ മിമിക്രിക്കാരായിട്ട് നമ്മൾ ഒപ്പം കൊണ്ടൊന്നും വെക്കുകയല്ല ചെയ്തത് അല്ലേ, ഒന്നും കൂടി പുകഴത്തെയും പൊക്കയും കൂടിയാണ് ചെയ്തത്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് 100-ൽ 150 ആയിട്ട് അത് സുമി പെർഫോം ചെയ്തിട്ടാ. സുമിക്കൊരു പ്രത്യേക കയ്യടി വേണം അത്. കാരണം നമ്മൾ ചിന്തിക്കാത്തൊരു സാധനമായിരുന്നു ഇപ്പം 2 പേരും പറഞ്ഞത്. ഈ നമ്മൾ 1 തുടങ്ങി 100 കൊണ്ടുവന്ന് എത്തിക്കാം പതുക്കെ. എനിക്ക് തോന്നുന്നു 1 തുടങ്ങിയിട്ട് ഒരു 10, 15, 20, 25 വരെയൊക്കെ ഒരു തളർന്ന മട്ട് തന്നെയായിരുന്നു അല്ലേ. സാധാരണ ഞങ്ങളും കരുതി അയ്യോ ഇവർ ഇത്രയും നല്ല ടീം എന്താ ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ഹൈഡ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അവിടം തൊട്ട് സ്കിറ്റങ്ങ് കയറിയിട്ട് പിന്നെ നിലം തൊട്ടട്ടേ ഇല്ല. പിന്നെ ഒരാളിക്കത്തലായിരുന്നു. അജേഷിൻ്റെ ആ വരവ് നൈറ്റ് ഇട്ടിട്ട് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നളിയ ഒരു രക്ഷയുണ്ടായില്ലട്ടാ. അത് കഴിഞ്ഞിട്ട് സുമി വന്നത് ആണിൻ്റെ വേഷത്തിൽ. കാരണം ഈ 3 പേരിൽ ആരാണ് അടിപൊളിയായിട്ട് നിൽക്കണതെന്ന് പറയാൻ. പിന്നെ നമുക്ക് കിട്ടേണ്ടത് മനോജിനെയാണ്. അപ്പം മനോജ് പിന്നെ തിരിച്ചു വരുമോ എന്നുള്ളത് പോലെ അറിയില്ല. പുള്ളിനെ പറഞ്ഞടിച്ചു, പുള്ളി പോയി, ഇവർ ക്ലൈമാക്സ് അടിക്കുമെന്നായിരുന്നു. പക്ഷെ ഇയാളുടെ സൗണ്ട് കേട്ടപ്പോൾ ഇയാൾ തിരിച്ചു വരുന്നുണ്ട്.
ഇയാൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരാളും വിചാരിച്ചിട്ടില്ല ഈ മീശം വെച്ച് കൊച്ചു പിള്ളേരെ പോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ കോസ്റ്റ്യൂമാണത്. അത് വലിയൊരു 16 വയസ്സായാലും 15 വയസ്സായാലും കുട്ടികൾ ഇടൂല. അത് വെച്ചിട്ട് ഇത്രയുള്ള കപ്പട മീശം വെച്ചിട്ട് വന്നിട്ട് അതിൻ്റെ മീതയിൽ ഇതെന്താ ഇത് മൂത്ത് വെച്ചാൽ മീശ എന്താ വളർന്നാകണമെന്ന് നോക്കുമ്പോൾ ഹോർമോണിൻ്റെ പ്രശ്നം. ഇത് പറയുമ്പോൾ ഇപ്പം കിട്ടുന്ന ചിരിയല്ല, ഇയാളുടെ വേഷം, ഇയാൾ നേരത്തെ ചെയ്ത ക്യാരക്ടറും ഈ മീശം ഇതൊക്കെ വെച്ച് കാണുമ്പോൾ ഉള്ളൊരു ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തത. അതൊരു കിടിലനായിരുന്നു അത്. നിങ്ങളുടെ പേര് ശരിക്കും മോളമ്മ എന്നല്ലേ? അതാരെങ്കിലും കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് എഴുതിയാണോ ഈ ക്യാരക്ടറാ? ഒരു പേരെടുക്കുമ്പോ അതിനകത്ത് എന്തെങ്കിലും കൗണ്ടർ വേറൊന്നല്ല, നമ്മുടെ നസീർക്കട വൈഫിന്റെ പേര് ഇത്തടെ പേര് മോളമ്മ എന്നാണ്. അതാ മുമ്പേ പറഞ്ഞ അനുകരിക്കരുതേ. ഞാൻ അതല്ല പറഞ്ഞത്, ഇങ്ങനെ ഭർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഭാര്യ ഇതേപോലെ ആകുന്നത് അനുകരിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരോടും പറഞ്ഞേക്കണം കേട്ടോ. അവരോടാ പറഞ്ഞത്. കാഴ്ച അല്ല, മോളമ്മ ഇത്തൊക്കെ ഏറ്റവും വലിയ കഴിവെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കി തരുക എന്നുള്ളതാണ് നമുക്കൊക്കെ. അത് വളരെ മനോഹരമായിട്ട്, അല്ലാണ്ട് ഇടിക്കാനൊന്നും പോകില്ല. എന്തായാലും ഗംഭീരമായിരുന്നു, അടിപൊളി, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പൈസ കേട്ട് ഓരോരുത്തരായിട്ട് ആ മാർക്കിങ് തന്നോളൂ. ആദ്യം ആരാണ്? ഇലന്തൂർ ഇട്ടിച്ചന് ഒരു 20,000 രൂപ കൊടുക്കുകയാണ്. ഇലന്തൂർ ഇട്ടിച്ചന് 20,000 രൂപ. അടുത്ത പ്രസാദ്. ഞാനതൊരു 25 ആക്കി തരുന്നു. ഓ അടിപൊളി. ടോട്ടൽ 45,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഇളന്തൂർ ടീമിന് ഞാൻ കൊടുക്കാം. ടോട്ടൽ 30,000 രൂപയുടെ ഗോൾഡൻ ബഞ്ച്. ടീം മാസിന്റെ അടുത്ത ഗോൾഡൻ ബഞ്ച് ഇലന്തൂർ ഇട്ടിച്ചൻ, മോളമ്മ, പട്ടക്കുളഞ്ഞി വാവച്ചൻ. മോളമ്മയൊക്കെ ഇപ്പൊ കൂളാ 1:30 സ്ഥിരം കിട്ടാൻ തുടങ്ങി. യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ല. വട്ടക്കുളഞ്ഞി മാവച്ച എന്തോ പറയൂ. പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്കൊരു ഗോൾഡൻ പഞ്ച് അടിക്കാൻ ചാൻസ് ഉണ്ട്. പ്രതീക്ഷിച്ചിരുന്നു. സുമി നേരത്തെ ഇതുപോലെ കുഞ്ഞൊരു ത്രെഡ് പറഞ്ഞായിരുന്നു, ഞാൻ ഒരു ആണായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, നിവർത്തികേടും കൊണ്ട് ഒരു പെണ്ണാണാവുക. അതാണ് ലാസ്റ്റ് ഇവള് പറഞ്ഞത്. നിനക്ക് പെണ്ണായിട്ട് ജനിക്കാൻ പറ്റത്തില്ല, പെണ്ണായിട്ട് ജനിക്കണമെങ്കിൽ അത് പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞതാ. നല്ല മെസ്സേജ് ആയിരുന്നു അത്. അപ്പൊ ഇവളും തയ്യാറായി, ആണായിട്ട് വരാൻ തയ്യാറായി. ഈ സ്റ്റാൻഡിന് റിഹേഴ്സൽ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നാ കുറച്ചുകൂടെ പെർഫെക്ഷൻ കിട്ടിയാനെ. പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, അടിച്ച് നോക്കുമായിരുന്നു എന്നെ. എന്നെ ശരിക്കും മേലെ നോക്കുമായിരുന്നു. തട്ടേ കയറിയപ്പോ മട്ട മാറി ഇവിടെ ഇടിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഞങ്ങൾക്ക് ഈ സ്കിറ്റ്. നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് അപ്പുറം ഞങ്ങൾക്ക് 3 പേർക്ക് കിട്ടി. ഭയങ്കര സന്തോഷം. ജേഷേട്ടൻ പറഞ്ഞ ഒരു സേഫ്റ്റിക്ക്, ഞാൻ ലേഡി ആയതുകൊണ്ട് ഇവിടെ ഫ്ലോറിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് ഔട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറ്റത്തില്ല. നമുക്ക് അതിനുവേണ്ടി അവർ ആർട്ടുകാർ സെറ്റ് ചെയ്ത് തന്നു, ഫ്രെയിം ഔട്ട് ആക്കി തന്നു. നന്ദിയുണ്ട്. പിന്നെ ആ കിടന്നോണ്ടുള്ള സുമിയുടെ ആട്ട് ഞാൻ തീർച്ചില്ലേ, ആ ആട്ടിൽ എന്റെ നടു കുളുക്കിയ കാര്യം സന്തോഷപ്പെടുന്നു. പക്ഷെ അത് നമ്മൾ നിരങ്ങി ഇങ്ങനെ ഫ്ലോറോട് ചേർന്നല്ല പോയിരുന്നു. അല്ല, തീർച്ചയായും കാടി ഇങ്ങനെ വന്നിട്ടാണ് അങ്ങനെ വന്ന. അതാണ് നമ്മൾ എടുത്തു പറയാനുള്ള കാര്യം. ഇവിടെ പറഞ്ഞിട്ട് പൊള്ളി. നമുക്ക് കുഴപ്പമില്ല, നമ്മള് മരിക്കാനും തയ്യാറാണ്. ഗുണം വരും മനോജ്. തീർച്ചയായിട്ടും വരും. അപ്പൊ നല്ലൊരു കാര്യം കേട്ടോ. ഇതുപോലെ ഉഗ്രൻ ഐറ്റങ്ങൾ ഞങ്ങൾക്ക് ഇതാ ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം എന്താ എന്റെ ഇലന്തൂർ ഇട്ടിച്ച മുളമേ വട്ടക്കുളം മാവച്ച നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ്, അടുത്ത ടീം കൊച്ചു പ്രതിവേട്ടനുണ്ട്, സുധീഷ് മുല്ലൂരുണ്ട്, അനീഷ് പാപ്പലുണ്ട്. നല്ല കൈഡി. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോ തന്നെ പേടിയാവണ്. എന്റെ ജീവ, നീ ഓണപരിപാടിക്ക് എവിടെങ്കിലും വെള്ളം അടിച്ച് അലമ്പ് കാണിച്ചാ പോലീസ് പിടിച്ചോണ്ടിരിക്കുന്നത്. വെള്ളം അടിച്ച നീ കള്ള മനോജെ. എന്റെ സ്വഭാവം മാറും, എന്നെ കള്ളമനോ എന്ന് വിളിച്ചേ. ഞാൻ പറഞ്ഞേക്കാം, അറിയാമോ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു പട്ടി എന്നെ കടിക്കാൻ വേണ്ടി ഓടിച്ച് ഞാൻ നേരെ ഒരു തെങ്ങിന്റെ മണ്ടയിലോട്ട് കയറി. ഈ കേറുന്ന കുലുക്കത്തി ഒരു 3-4 തേങ്ങ വീണ്, ഒരെണ്ണം എന്റെ തലയില്. നേരം വെളുത്ത് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോ 5 തേങ്ങ കെട്ടിപ്പിടിച്ചോ ഞാൻ ഇങ്ങനെ കിടക്കുക. അന്ന് മുതൽ ആൾക്കാര് എന്നെ കള്ളം മനോ എന്ന് പേരിട്ട്. പിന്നെ ആ പേര് മാറിയിട്ടില്ല. മാങ്ങാമോഷണം, അടയ്ക്കാമോഷണം, എല്ലാ മോഷണവും കൂടി എന്റെ മണ്ടയെക്കുട്ടി. അതിനുശേഷം എനിക്കൊരു പെണ്ണ് പോലും കിട്ടുന്നില്ല. കല്യാണം കഴിക്കാൻ ആൾക്കാർ വരുമ്പോൾ ആ കള്ളന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കല്ലേന്ന്.
എനിക്ക് നല്ലൊരു പെണ്ണിനെ കെട്ടിക്കാനുള്ള ഒരു വകുപ്പ് എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതിയെന്ന്. അറിവ് എന്റെ കുഞ്ഞമ്മാവനെ കാണണല്ലേ? കുഞ്ഞമ്മാവോ ഓയ് കുഞ്ഞമ്മാവോ വന്നടാ. എനിക്കങ്ങ് പേടിയാവുന്നു മാമ. ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിച്ചിട്ടില്ല. എന്തുവാ? എന്നെ കണ്ട പേടിയാന്ന്. അതാണോ പറഞ്ഞത്? ഈ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങ് പേടിയാവുന്നു മാമ. എന്റെ പൊന്നുമോനെ, ഈ പോലീസ് സ്റ്റേഷനിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്താ? ഞാനും ഇവിടുത്തെ SI തമ്മിലുള്ള ബന്ധം നിനക്കറിയാമോ? ഇല്ല. രഹസ്യ ബന്ധമാണ് മാമാ. അതല്ലെന്ന്, ഞങ്ങള് തമ്മിലുള്ള സൗഹൃദം പരമ രഹസ്യമായിരിക്കണമെന്ന്. അതിനങ്ങനെ രഹസ്യമായിട്ട് വെച്ചേക്കുന്നേ? ഈ പുള്ളി എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ട്യൂഷൻ അല്ല. അപ്പൊ ഒന്നിച്ച് പഠിച്ചത്? അല്ലെന്ന്, പിന്നെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പുള്ളി എന്നെ. എടാ, ഒരു ദിവസം ഞാൻ എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോ അവന്റെ കൊച്ചു തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങണ്. തൊട്ടില് കണ്ടിട്ട് എനിക്ക് അങ്ങ് കൊതിയായിട്ട് ഞാൻ ആ കൊച്ചിനെ എടുത്ത് മാറ്റി അതിനകത്ത് കയറി കിടന്ന്. കുറച്ചാൽ കഴിഞ്ഞപ്പോ കൊച്ചു കരഞ്ഞപ്പോ അവിടുത്തെ ചേച്ചി ഓടി വന്നിച്ച് എന്നെ വാരി ഇഞ്ഞെടുത്തിട്ട് പാല് തരാനുള്ള പ്ലാനറാവേ. ഞാൻ അപ്പൊ തന്നെ അവിടുന്ന് കുതിച്ചു ചാടി ഒരു ഒറ്റ ഓട്ടം. ഓടിയത്? അല്ലെങ്കിൽ ആ പുള്ളിക്കാരി എനിക്ക് ഇങ്കും പാലൊക്കെ തന്ന് വളർത്തി വലുതാക്കി എന്റെ കൂട്ടുകാരനെ ഞാൻ അച്ചായി വിളിക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ ഇത് മൊത്തത്തിൽ അറിഞ്ഞ് ഈ സാറിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ കുറെ ക്ലാസ് തന്നു. അങ്ങനെ അന്ന് തൊട്ടുള്ള ഒരു ബന്ധം. സാറിന്റെ കൂട്ടാനല്ലേ മാമേ? ഞാൻ പറഞ്ഞ് റെഡിയാക്കണേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്ലാൻ എന്തു മാമ? 239 രൂപ, 2 GB ഡെയിലി, രാത്രി മെസ്സേജ് ഫ്രീ. എന്തിന്റെ? എന്റെ പ്ലാൻ. മൊബൈലിന്റെ അല്ല, ഈ കള്ളം എന്നുള്ളത് എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തുവാ പ്ലാൻ? എനിക്ക് അത് അറിയേണ്ടത്. പറഞ്ഞു തരാ. നീ കണ്ണി കണ്ട ആൾക്കാരെ ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ മൂട്ടിച്ചു. ഞാൻ മോട്ടിച്ചില്ലെന്ന്. അങ്ങനെയാണല്ലോ ഇപ്പൊ നിന്റെ ഓൾറെഡി പേര്. ഇതുകൊണ്ട് നടന്ന നീ രക്ഷപ്പെടൂല. അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ അങ്ങ് തരും. ഞാൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. കൊല്ലി ഞാൻ. പിന്നെ അതല്ലെന്ന്, പിന്നെ ഈ പൈസ നീ ഇവിടുത്തെ SI വരുമ്പോ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് പറയണം എനിക്ക് ഇത് വഴിക്ക് കിടന്ന് കിട്ടിയതാണ് സാറേ, മൂട്ടിച്ചതല്ല, വഴി കിടന്ന് കിട്ടിയാന്ന് പറയാ. അപ്പൊ തന്നെ സാറ് നേരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, നാട്ടുകാരെ വിളിക്കും, ഫോട്ടോഗ്രാഫറെ വിളിക്കും. പിറ്റേ ദിവസം നിന്റെ ഫോട്ടോ പേപ്പറിൽ വരും. വഴിയിൽ കിടന്ന് കിട്ടിയ 2 ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ച യുവാവ് മാതൃകയായി. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ, അടിപൊളിയല്ലേ? അപ്പൊ ഈ കള്ളം മനോജ് എന്നുള്ള പേര് മാറി മാതൃകാ മനോജ്. സംഭവം എന്താ അറിയോ? എന്റെ പെങ്ങള് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ. നിന്നെ എന്റെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിക്കോളാം, നിന്നെ ഒരു നല്ല നിലയിൽ എത്തിച്ചോളാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നത്. സ്വന്തം മോനെ പോലെ നോക്കാന്ന് പറഞ്ഞ് ഇന്നലെ പൊരിച്ച മീൻ എടുത്തപ്പോ എന്റെ കൈക്കിട്ട് അടിച്ചു തന്നല്ലേ? പിന്നെ കൊതിയായിട്ട് കഴിക്കാൻ മേടിച്ചു വെച്ചാൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലിയാൻ വെട്ടി കാട്ടിക്കളെ. ഉള്ള കാര്യം പറഞ്ഞു. നിന്റെ അപ്പനില്ലേ നടു തുറന്ന് കിടന്ന എങ്ങനെയാണെന്നറിയാമോ? എല്ലാം അറിഞ്ഞൂടാ. എന്റെ ചുട്ട പപ്പടം എടുത്ത് ഈ പൈസ കയ്യിൽ വെച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയാണ്. കയ്യിൽ നിന്നിട്ട് കേറ്റിക്കൊള്ളണം. ശരി. അപ്പൊ ഇനി എന്റെ സെക്കൻഡ് എൻട്രി വിളിച്ചു കയറ്റി അവിടെ നിന്ന് ഉറങ്ങല്ലേ? ഇല്ല. ഓക്കെ. ഹലോ, സ്റ്റേഷനൊക്കെ തുറന്നിട്ട് എല്ലാം കൂടെ എങ്ങോട്ട് പോയടാ? ഒരു ആക്സിഡന്റ് പറഞ്ഞ 1-2 പേര് പോയപ്പോലെ ആരെങ്കിലും പരാതി നേരിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും നോക്കാനായിട്ട്? ഞാനിവിടെ ശബരിമല ഡ്യൂട്ടിയും കഴിഞ്ഞ് വീട്ടിൽ പോലും പോകാതെ ഇങ്ങോട്ട് സ്റ്റേഷനോട്ട് വന്നത്. ലോറിക്കൊക്കെ ഞാൻ അടച്ച് പോണു. എന്റെ എന്നെ മനസ്സിലായോ? നീ മോഹൻലാലായിരുന്ന? അല്ല, മനസ്സിലാവുന്ന അതല്ല, മനോജ്. ഈ പേര് ഞാൻ എവിടെ? നീ ആ കള്ളം മനോജില്ലടാ നീ. സാറെ കള്ളനൊന്നും അല്ല സാർ, അത് പണ്ട് അബദ്ധം പറ്റിയതാണെന്ന്. ഞാനിപ്പോ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ. അതായത് ഞാനിപ്പോ മോഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ. ഒരു 2 ലക്ഷം രൂപ ഉണ്ട്, സാർ അങ്ങ് പിടിച്ചോ. അമ്മച്ചി അല്ല, അതല്ല, ഞാൻ പറയാൻ പറ്റേ. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ, അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറഞ്ഞുണ്ടാക്കും. അതായത് ഞാൻ ഇങ്ങനെ വരുമായിരുന്നു റോഡിൽ കൂടെ വന്നപ്പം അവിടെ ഒരു പള്ളിയുടെ അകത്തൊരു അമ്പലം ഉണ്ടല്ലോ. പള്ളിക്കകത്ത് അമ്പലോ? എന്തുകൊണ്ടാ ഞാൻ പറയുന്നത്? അവിടെ ഒരു പൂജാരി ഇങ്ങനെ മെഴുകുതിരി കത്തിച്ചോണ്ടിരിക്കും. പൂജാരി മെഴുകുതിരി കത്തിച്ച? അവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ പോവുമായിരുന്നു. മതസൗഹാർദ്ദം അല്ല, എനിക്ക് പെട്ടെന്ന് ഇതായത് കൊണ്ടാണ്. കാര്യം പറ. കാണിക്ക വഞ്ചിയിൽ അവിടെ കിടന്ന് 2 ലക്ഷം രൂപ എനിക്ക് കിട്ടി.
അത് ഞാൻ കൊണ്ടു തരാൻ വേണ്ടി വന്നേ മാതൃകയായിട്ട്. സത്യം പറയടാ, നീ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് ആൾക്കാർ കണ്ടപ്പം രക്ഷപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ? അയ്യോ ചുമ്മാതെ ഇല്ലാത്തൊക്കെ പറയണം. അങ്ങനെയല്ല സാറേ, കള്ളനായിരുന്നെങ്കിൽ എനിക്കതങ്ങ് വീട്ടിൽ കൊണ്ടുപോയി പോരാ. മാതൃക ആയത് കൊണ്ടാണ് ഞാൻ കൊണ്ടുതരാൻ. സത്യസന്ധൻ. 2 ലക്ഷം രൂപ ഉള്ളതാണത്? ഉള്ളതാണ്. സത്യമാണോ? സത്യം. എട്, ഇത് ആരുടെ നോട്ടാടാ? ഏതോ വയസ്സായ മാമന്മാരുടെയാ. അതെങ്ങനെ മനസ്സിലായി? നല്ല തൈലത്തിന്റെ മണമുണ്ട്. ഉണ്ടല്ലേ? അങ്ങനെയാണ്. പോകരുത്. ഇല്ല. ഹലോ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അത്യാവശ്യമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ സ്റ്റേഷനിലോട്ട് വരണം. നിങ്ങൾ ആ കള്ളം മനോജ് എന്ന് പറയുന്ന പാവപ്പെട്ട പയ്യനല്ലേ, അവൻ നല്ല ചെറുക്കനാ. 2 ലക്ഷം രൂപ കളഞ്ഞു കിട്ടിയിട്ട് സ്റ്റേഷനിൽ വന്ന് മാതൃക വേണ്ടി മാത്രം നിൽക്കുക. ശരി ശരി, ഫോട്ടോഗ്രാഫറെ വിളിച്ചോളണം. നാളെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വരണം. 2 ലക്ഷം രൂപ കളഞ്ഞു കിട്ടി യുവാവ് സ്റ്റേഷനിൽ കൊടുത്ത് മാതൃകയായി. ഇത്രയും പ്രശസ്തി ഒന്നും വേണ്ട, ഞാൻ അങ്ങ് പൊക്കോട്ടാ. നീ പോകരുത്, നീ ഇവിടെ. സെക്കൻഡ് എൻട്രി ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ തോൽവി വരുത്തില്ലെന്ന്. വാ, സെക്കൻഡ് എൻട്രി. ഞാനാണോ? പിന്നെ ഞാനാ വന്ന് പറ. പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നീ കണ്ടോണം, നമ്മുടെ പരിചയക്കാരനോ, നീ കണ്ടോ? സാറേ, ദിവാകരൻ സാറേ. സാറേ ആരാ? ഞാൻ ഇവിടെ പുല്ല് വെട്ടാൻ വന്നത്. അപ്പൊ പഴയ എസ് ഐ ട്രാൻസ്ഫർ ആയി കാഞ്ഞങ്ങാട് പോയി. ഇന്ന് വൈകുന്നേരം ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നാളെ അവിടെ ചെന്ന് കാണാം. ആ സാറാർന്ന് ഒരു 2 കിടുക്ക് സാധനം ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ പോയി. ആരുടെ പോയി? എന്റെ. ചിരിക്കണെന്തിന്? എന്റെ 2 ലക്ഷം രൂപ പോയി സാറേ. അങ്ങനെയുണ്ട്? പോയി സാറേ, പോയി. എവിടെ പോയി? ചാടിപ്പോയെന്ന് എന്റെ കയ്യിൽ നിന്ന് പോയി. അതെന്നെ, എവിടെ കളഞ്ഞു പോയി? നമ്മുടെ ബാങ്കിന്റെ ATM-ന്റെ മുമ്പിൽ ഒക്കെ പോയി. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയി ATM-ന്ന് പൈസ എടുത്ത് ഓട്ടോറിക്ഷയിൽ വിളിച്ച് വീട്ടിൽ ചെന്ന് പൈസ ഇല്ല. അപ്പൊ ഓട്ടോയ്ക്കകത്ത് കാണും? ഇല്ല, ഞാൻ വിളിച്ചു ചോദിച്ചു, ഓട്ടോക്കാരനോട് ചോദിച്ചു, അവിടെ ഇല്ല. അപ്പൊ വീട്ടിൽ കാണും? വീട്ടിലില്ല. പിന്നെ എവിടെ കാണും? ATM-ന്റെ മുമ്പില്. അതെന്താ ഇത്ര ഉറപ്പ്? അവിടെ വച്ചാണ് സാറേ പോയത്. ഉറപ്പാണോ? ഓ, എന്താ കൈ വന്നേ? എന്താ? തൈലത്തിന്റെ മണം. എടാ, നിന്റെ പൈസ എവിടെ നിന്ന് കളഞ്ഞിട്ടെന്ന് പറഞ്ഞു? അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കാണിക്കുവഞ്ചിയില്ലേ? കാണിക്കുവഞ്ചി. കാണിക്കുവഞ്ചി. അത് നിങ്ങളുടെ പൈസ അല്ലേ കേട്ടോ. നിങ്ങൾ അത് കാണിക്കുവഞ്ചിയുടെ ഫ്രണ്ട് കളഞ്ഞു കിട്ടിയതാ. നിങ്ങളുടെ ATM-ന്റെ ഫ്രണ്ട് അല്ലേ? ATM-ന്റെ മുമ്പിലാണ് പോയത്. പൊക്കെ നിങ്ങളുടെ കാശല്ല. പൊക്കെ നിങ്ങളുടെ കാശല്ല. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ പൈസ കൊടുത്തത്? ഇപ്പൊ ഈ പൈസ തരുന്നില്ലല്ലോ ഇവര്. എന്ത് ചെയ്യും? പൈസ നിങ്ങൾക്ക് തരണ്ടേ? തരണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, പൈസ നമ്മുടെ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയാലോ? അപ്പൊ പിന്നെ ഈ പൈസ ഇവിടെ ഇരുന്ന് ഇവര് കൊണ്ടുപോകില്ല, നമ്മുടെ പൈസ പോലെ. അപ്പൊ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് പറ. എന്തെങ്കിലും. സാറേ ഇങ്ങോട്ട് വന്നേ. സാറേ, എനിക്ക് സംഭവം സത്യം പറഞ്ഞോണ്ടല്ലേ, എനിക്ക് ചെറിയ ഓർമ്മയുടെ വിഷയമുണ്ട്. സത്യം പറഞ്ഞ ഈ പൈസ എനിക്ക് കിട്ടിയത് കാണിക്കൊഞ്ചിരത്തുന്നല്ല, ATM-ന്റെ അടുത്തുനിന്ന്. ആണോ? ഉറപ്പാണോ? ഉറപ്പ്. നിങ്ങളുടെ പൈസ എവിടെ കളഞ്ഞു പോയെന്നാ പറഞ്ഞത്? സാറേ, ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ഈ പ്രായമായ ആൾക്കാരൊക്കെ ആണല്ലോ, ഒരു ചെറിയ ഓർമ്മ പ്രശ്നം. എന്റെ പൈസ ATM-ന്റെ അവിടെ അല്ല പോയത്, പിന്നെ കാണിക്കവൻ ചിലപ്പോ കാല രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. അതിന്റെ ഇടയിൽ അവൻ വേറെ മാറ്റി പറഞ്ഞു. പിന്നെ നിനക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടി? നിനക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടി? ഇത് ഞാൻ പണിയെടുത്തുണ്ടാക്കിയത്. നിനക്ക് എന്താ പണി? വീടി തെറുപ്പ്. ഇന്ത്യക്കാരെ മൊത്തം വലിപ്പിച്ചുണ്ടാക്കിയ പണിയാണ്. എന്റെ കാറ്, എന്റെ വീട് പെരുമ്പാവൂരാ. അവിടെ 5 ലക്ഷം 6 ലക്ഷം ഭായിമാരുണ്ട്. ഒരു ഭായി തന്നെ 2 ലക്ഷം ബീഡിയാണ് വലിക്കുന്നത് അവിടെ, അറിയാവോ? നീ പൈസ എവിടെ നിന്ന് എടുത്തത്? എവിടെ നിന്ന് എടുത്തത്? ഞാൻ ATM-ൽ നിന്ന്. ശരി, ATM-ൽ ഈ പൈസ എങ്ങനെ വന്നു? റിസർവ് ബാങ്ക് കൊടുത്തത്. അയ്യോ, വിളച്ചിലെടുക്കല്ലേ? പൈസ ഉള്ള കാര്യം ഞാൻ പറയാം. എന്റെ വീട്ടിലെ ഒരാക്കടെ കല്യാണത്തിന് വേണ്ടിട്ട് എടുത്ത 2 ലക്ഷം രൂപ. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും. ഭാര്യ കെട്ടിച്ചൂടാനാ? ആ ഭാര്യനെ കെട്ടിച്ചൂടാൻ പോണു. അല്ല, എന്നെ കെട്ടിച്ചൂടാൻ പോണു. നിന്നെ കെട്ടിച്ചൂടാനാ? അല്ല, ആര്യയുടെ ബന്ധു ഭാര്യനെ. ഭാര്യയുടെ ഭാര്യയുടെ ബന്ധു ആര്യയുടെ കല്യാണം അത് നടത്താനുള്ള 2 ലക്ഷം രൂപ. സത്യമാണ്? സത്യം. എനിക്കറിഞ്ഞൂടാ, അയാൾ എന്തൊക്കെയോ പറയണ്. നോട്ട് ചെയ്യാൻ നോക്കട്ടെ. മൊത്തം പച്ചക്കാര്. സാറേ അയാളെ സാറേ, പാവം കൊടുത്തരാ സാറേ. എന്താ സാറേ? കള്ളനോട്ടാണത്?
കള്ളനോട്ടാണ് അല്ല സാറേ, കള്ളനോട്ട് കൊണ്ട് വന്നിട്ട് പറ്റിക്കാൻ നിൽക്കണം. നല്ല നോട്ട്, നല്ല നോട്ട്, കള്ളനോട്ടാ? നല്ല അസൽ നോട്ട്. നിനക്ക് ഈ നോട്ട് അവിടെ നീട്ടിയത്? നോട്ട് അവിടെ നീട്ടിയത്? കള്ളനോട്ടൊന്നും അല്ല ഇത്. താണ്ട ഇത് അച്ചടിച്ചേ ഉള്ളൂ. ഇപ്പുറത്ത് പിടിക്കണമെങ്കിൽ സമയം എടുക്കും. വേഷം കൊണ്ടെടുക്കല്ലേ, വേഷം കൊണ്ടെടുക്കല്ലേ. 2 എണ്ണത്തിന് കള്ളനോട്ട് കേസിലാണ് ഒരു ഒറ്റ മിനിറ്റായി. ഇത് കള്ളനോട്ടായിരുന്നോ? ഞാൻ പറയാം. എന്റെ പെങ്ങളെ മോനത്. അവനൊരു കല്യാണം നടക്കാൻ വേണ്ടിട്ട് ഈ കള്ളനോട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്, മൊത്തം പറഞ്ഞു. അയാളാണ് പ്രതി. വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ സാറേ എനിക്കങ്ങ് പോവാല്ലോ. നിനക്ക് പോ. നിങ്ങൾ ജയിലിൽ കയറണം. അപ്പൊ നീ അകത്ത്, ഞാൻ പുറത്ത് ഡ്യൂട്ടിക്ക് പോകണം. ഏതാ ഞാൻ പുറത്ത് ഡ്യൂട്ടിക്ക് പോകണം. സാറേ നീ വന്നേ. സംഗതി കള്ളനോട്ടാണ്, പക്ഷെ ഇത് എനിക്ക് എന്റെ കൂട്ടുകാരൻ തന്നാ. ആര്? ആർട്ട് ഡയറക്ടർ കുട്ടച്ചൻ. നിന്റെ ആർട്ട് ഡയറക്ടർ കൂട്ടത്തിൽ എന്താ പണി അറിയാമോ? എന്നാ പരിപാടി? കള്ളനോട്ടടിയാ, കള്ളനോട്ടടി. എടാ കുട്ടച്ച, കേറാകത്താണോ? കേറാകത്ത്. അല്ല സാറേ എനിക്ക് കല്യാണം. എന്റെ കല്യാണം അകത്ത് കയറും. എനിക്ക് പുറത്ത് ഡ്യൂട്ടി, നീയൊക്കെ 2 അകത്ത്. അപ്പൊ എന്റെ കല്യാണം? മോൻ പേടിക്കട്ടോ, മോന്റെ കല്യാണം ഈ മാമൻ നടത്തും. നമുക്കൊരു 5 ലക്ഷത്തിന്റെ കൊട്ടേഷൻ പിടിച്ചാടാ. നിനക്ക് തന്നെയൊന്നും തീർന്നില്ലടാ കാല. നല്ല കൈയടി, നല്ല സ്കിറ്റായിരുന്നു. നസീർക്ക കൊള്ളായിരുന്നു. ഉട്ടോപ്പിയയിലെ രാജാവ് സിനിമ കണ്ടോ? ഇല്ല. കമൽ സാറിന്റെ. ഇല്ല, അതിലെ ഒരു സീക്വൻസ് ആണ് ഇത്. എന്ന് പറഞ്ഞാൽ ഞാനാണ് ആ സീൻ അഭിനയിച്ചത്. മമ്മൂക്കയാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇങ്ങനെ മോശമായ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോട്ടിൽ കിടന്നൊരു 2 ലക്ഷം രൂപ കിട്ടുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പഞ്ചായത്ത് മെമ്പറെ വിളിക്കുന്നു, പേപ്പറിൽ വരുന്നു. മാതൃക കാണിച്ചിട്ട് പുള്ളിക്ക് നാട്ടിലൊരു നല്ല പേരുണ്ടാക്കാനായിട്ട് ഉള്ളൊരു സംഭവമായിരുന്നു അത്. അതിൽ കള്ളനായിട്ട് ഞാനാ ചെയ്തത്, മറ്റേ നല്ല നടപ്പുകാരനായിട്ട് വരുന്നത് മമ്മൂക്കായാണ്. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് ആണിത് കണ്ടത്. സംഭവം കൊള്ളായിരുന്നു, പക്ഷെ എവിടെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശകലം ബാലൻസ് തെറ്റിയിട്ടുണ്ട്. അവസാനം ലാസ്റ്റ് അവിടം തൊട്ടിട്ട് പിന്നെ കൺഫ്യൂഷൻ നിങ്ങളുടെ മുഖത്ത് കിടപ്പുണ്ട്, 3 പേരുടെയും മുഖത്ത് കിടപ്പുണ്ട്. അവിടെ എന്തൊക്കെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്, എന്തൊക്കെയോ മറിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നൽ വന്നു. നല്ല സാധനമായിരുന്നു അത്. സിനിമയാണെങ്കിൽ അത് വേറെ പാറ്റേൺ ആണ്, ഇത് വേറെ രീതിയാണ്. സംഭവം നല്ല രീതിയിൽ കളിച്ചിങ്ങ് വരുമായിരുന്നു. അവിടെ നിന്നൊരു ജെർക്കിങ് സംഭവിച്ചു. എന്തായാലും കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ പോയി എന്തേ പറയുന്നുള്ളൂ. വലുതാക്കാമായിരുന്നു, ആക്കിയെടുക്കാമായിരുന്ന ഒരു സംഭവമായിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, അടുത്ത പ്രാവശ്യം നന്നാക്കണം. ശരി, താങ്ക് യു നസീർക്ക. ഇത് കൊടുത്തേട്ടാ. ഈ പറഞ്ഞ പോലെ നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടാ. മറ്റേ സിനിമ അതുണ്ടെങ്കിൽ പോലും നമ്മളെ സ്കിറ്റിൽ എനിക്ക് തോന്നുന്നത് നല്ല കണ്ടന്റ് ആയിരുന്നു. കാരണം ഈ നമ്മൾ നല്ലവനാവാൻ വേണ്ടി ഇപ്പോൾ കള്ളന്മാർക്കായാലും കൊള്ളക്കാർക്കായാലും വേണമെങ്കിൽ നന്നാവാനായിട്ട് വേണമെങ്കിൽ അത് കുറച്ച് കൊണ്ടുവന്ന് വേറെങ്കിലും ബിസിനസ്സോ ജോലിയൊക്കെ ചെയ്തിട്ട് നന്നാവാം. പക്ഷേ ഇങ്ങനൊരു നന്നാവൽ നമ്മൾ ആദ്യമായിട്ട് കാണണം. കാരണം 2 ലക്ഷം രൂപ ഞാൻ കൊടുത്ത് നമ്മൾ തന്നെ ഒരാൾ കൊടുക്കുക, എന്നിട്ട് നല്ല നടപ്പിന് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കിയെടുക്കുക. അത് ഈ അമ്മാവൻ്റെ ഒരു കുരുട്ട് ബുദ്ധിയാണ് കേട്ടത്, നല്ല ബുദ്ധിയാണത്. പക്ഷേ അനീഷിന് പോലീസിനെ കണ്ടപ്പോൾ തന്നെ പരിഭ്രമം തുടങ്ങിയിട്ട് എവിടെയാണെന്ന് അറിയാൻ പാടില്ല, കൈവിട്ടു പോകുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ആ കണ്ടന്റിന്റെ ഒരു ഇതാണത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇയാൾ പറഞ്ഞു കൊടുക്കണ പോലെ തന്നെ പറയുമെന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ ഇയാളുടെ കയ്യിൽ നിന്ന് വിട്ട് അമ്മാവൻ വന്നിട്ടും അയാളുടെ കയ്യിൽ നിന്നും പോയി. അല്ല, ആ സിനിമയിലും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിൽ വരുമ്പോൾ ആദ്യം തന്നെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തു, പേടിയാണെന്ന്. അതൊരു നല്ലതാ. അതുകൊണ്ടാണ് പിന്നെ ബാക്കിയുള്ളത് വർക്കൗട്ട്. അതെ അതെ, തമാശകളും ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു വിഷമമുണ്ടാവും. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം നികത്തിയിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല കൃത്യമായിട്ട് പഴയ പോലെ വരുക. ഓക്കെ. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അവസാനം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടല്ലോ. പോലീസുകാരടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഇവർക്ക് മാറിപ്പോകുന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ഹ്യൂമർ ഉണ്ടായിരുന്നു. ശരിക്കും ഉഗ്രം പ്ലോട്ടാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് ചിരിപ്പിച്ച് തകർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്ലോട്ട് മോശമായിരിക്കും, പിന്നെ എങ്ങനെയിട്ട് നിങ്ങൾ കളിച്ചാലും ശരിയാവില്ല. ഇത് നല്ല ത്രെഡായിരുന്നു സാധനം. രാജേഷേട്ടൻ തന്ന കണ്ടന്റ് അത്. നല്ല കണ്ടന്റാ, നല്ല കണ്ടന്റിന് ഒരു കയ്യടിയാണ്. പക്ഷെ നിങ്ങൾ പെർഫോം ചെയ്ത് കുറച്ചുകൂടെ ഫ്ലോ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മൾ ബോയിങ്ങിലൊക്കെ കിടന്ന് കളിക്കുന്ന പോലെ ഒരു കളി കളിച്ചിരുന്നെങ്കിൽ ഇത് ഗംഭീരമായ ഒരു സ്കിറ്റായി മാറുമായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എത്ര രൂപ? 2 ലക്ഷം പോയി. ഇവിടെ കൊടുക്കേണ്ടത് കുറച്ചും പോയി. നമ്മൾ ആരാണ് ആദ്യം കൊടുക്കുന്നത്? എത്ര കൊടുക്കാം? ഞാൻ കൊടുക്കാം. അനീഷ് എസ്കേപ്പ് ആയതാണോ, രക്ഷപ്പെട്ടതാണോ? എനിക്ക് പുറത്താ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അല്ലല്ല, അങ്ങനെയല്ല, അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. ആണോ? പക്ഷെ എനിക്ക് അപ്പം തോന്നി രക്ഷപ്പെട്ടെന്ന് തോന്നി.
ആദ്യം അനീഷ് പറഞ്ഞ് നീ അകത്ത് ഞാൻ പുറത്ത് അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ ക്ലൈമാക്സിൽ വേറെ നിങ്ങൾ രണ്ടും അകത്ത് ഞാൻ പുറത്ത് അല്ലേ? ഞാൻ പുറത്ത് വീട്ടിക്ക് നിങ്ങളുടെ അകത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. എല്ലാത്തിനും കൂടി ഒരു 10,000 രൂപ തരിക. 10,000 രൂപ ചേട്ടാ. ഞാനും ഒരു 10,000 രൂപ. 20,000 രൂപ പ്രസാദേട്ടാ അയച്ചോ. ഞാൻ അയച്ചേക്കാം. ടോട്ടൽ അയച്ചോ. 55,000 രൂപ. കുഴപ്പമില്ലാത്ത എമൗണ്ട് ആണ്. അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറാക്കണം. ഓക്കെ ഓക്കെ. ഉറങ്ങിപ്പോയിട്ട് എറണാകുളത്ത് പോയി ഇറങ്ങിയല്ലേ? അത് ഞാനല്ല ഇവൻ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഉത്രാടത്തിന് പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ട്രെയിനിൽ കയറി രണ്ടുപേരും കിടന്ന് ഉറങ്ങി. എറണാകുളത്ത് വന്ന് ഇറങ്ങി. ഞാൻ കറക്റ്റ് തൊണ്ണൂറ് എണീറ്റ് കഴിഞ്ഞപ്പോ ഇവനെ കാണാനില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ അങ്ങ് വീട്ടിലോട്ട് കൊണ്ടായിരുന്നു. സുധീഷിന് കായംകുളത്ത് ഇറങ്ങേണ്ടത്. സുധീഷ് എറണാകുളത്ത് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ പോയി വീണ്ടും കൊല്ലത്ത് ഇറങ്ങി. ഇവിടെ തുറവൂരെത്തിയപ്പോ ചാടി ഇറങ്ങി. പ്രദീപേട്ടൻ എവിടെയായിരുന്നു ഇറങ്ങേണ്ടത്? തുറവൂര്. എന്തോ ഞാൻ അവിടെ എത്തിയപ്പോ ഇറങ്ങി. ഇവനെ നോക്കിയപ്പോ കാണാനില്ല. എന്നെ വിളിക്കാതെ ഇറങ്ങിയെന്ന്. ചതിയായി പോയിട്ടോ. പിന്നെ ഞാൻ ഇവിടെ വിളിക്കാതില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞങ്ങോട്ട് വരണ്ടേ. എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. നല്ലൊരു കൈഡി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗായ്സ്. നമുക്ക് വീട്ടിൽ പോണം. നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് പോവാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ മടങ്ങി വരാം. ഓക്കെ? അപ്പൊ എന്നാ പിന്നെ ഇറങ്ങാം. നന്നായിട്ട് പോയി കിടന്നുറങ്ങുക. ഉഷാറായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും കൂടുതൽ ചിരികൾക്കായി നമ്മൾ തിരിച്ചു വരും. ഓക്കെ. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.